മാന്നാർ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൂലിയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ കൂലി LCUവിലുള്ള സിനിമയാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്നത് തന്നെ ആയിരിക്കണമെന്നില്ല ഈ ഒരു സിനിമയിൽ വരുന്നത്. കാരണം ഇത് എഴുതിയ ആൾ ഞാനൊന്നും അല്ല. അപ്പം നമുക്ക് ഒരു ജസ്റ്റ് നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ വിക്രം സിനിമയിലാണെങ്കിലും കൈദിയിലാണെങ്കിലും നമ്മുടെ ലിയോയ്ക്കകത്താണെങ്കിലും എല്ലാം ഒരു സംഭവമുണ്ട്. നോർമലായിട്ട് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫ്ലാഷ് ബാക്കും അതേപോലെ തന്നെ ഒരു വർഷക്കണക്കും പറയുന്നുണ്ട്. ഇപ്പോൾ ദില്ലി പറയുന്നുണ്ട് 10 വർഷത്തെ കണക്ക് പറയുന്നുണ്ട്, വിക്രം 30 വർഷത്തെ കണക്ക് പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഈ കൂലി സിനിമയുടെ ട്രെയിലർ എടുത്ത് നോക്കുവാണെങ്കിലും രജനീകാന്തിൻ്റെ കാര്യം ഒരാളിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു 30 വർഷത്തെ കണക്ക് പറയുന്നുണ്ട്. 30 വർഷമായിട്ടാണെങ്കിലും പുള്ളിക്കാരനാണെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഇതേ സെയിം 30 വർഷമാണ് നമ്മുടെ വിക്രം സിനിമയിൽ കമലഹാസൻ പറയുന്നത്. 30 വർഷമായിട്ട് അണ്ടർ കവറിൽ ഇരിക്കുമായിരുന്നു എന്നുള്ളൊരു ഇത് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷൻ കാണുമില്ല എന്നൊരു സംശയമുണ്ട്. കാരണം ഈ 30 വർഷം എന്നുള്ള രണ്ട് പേരുടെ അങ്ങനെ വെക്കണം എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അമർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫഹദ് ഫാസിലാണ്. അപ്പം അമർ ആണെങ്കിൽ ഒരാളെ ഇതുപോലെ മരുന്ന് ഇതുപോലെ കുത്തി ഇഞ്ചെക്ട് ചെയ്ത് ഒരു ഡ്രൈവറെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് താഴെ ഇരുത്തിയിരിക്കുക. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, പുള്ളിയോട് ചോദിക്കുന്നുണ്ട് ഈ മയക്കുമരുന്നൊക്കെ നീ എങ്ങോട്ടാണ് ഇത്രയും കടത്തുന്നത്, അത് കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒത്തിരി മയക്കുമരുന്നും കാര്യങ്ങളും ഒക്കെ കടത്തുന്നത് കണ്ടെയ്നറുകളിലും അതേപോലെ തന്നെ വലിയ ഷിപ്പുകളിലുമാണെന്ന്. അപ്പോൾ നമ്മൾ ഈ കൂലിയുടെ ട്രെയിലർ നോക്കുവാണെങ്കിൽ നമുക്ക് കണ്ടെയ്നർ കാണാൻ പറ്റുന്നത് അമീർ ഖാൻ്റെ ആ ഒരു സീനകത്ത് നമുക്ക് കണ്ടെയ്നർ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഷിപ്പ് കാണാൻ പറ്റുന്നത് നാഗാർജുനയുടെ സീനകത്ത് എല്ലാ ഷിപ്പ് ആ ഒരു സംഭവം മൊത്തം കാണുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിക്ക് നോക്കുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നല്ല ഡൗട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയിൽ ലോകേഷ് പറഞ്ഞിരിക്കുന്ന കണക്ഷൻ ഇല്ല, വരാൻ ഒരിക്കലും ഇതൊരു സ്റ്റാൻഡ് അലോൺ സിനിമയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ലോകേഷിന് അങ്ങനെ കുറച്ച് പരിപാടി ഉള്ളതാണ്. പണ്ട് ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇനി LCU വരുന്ന സിനിമകളിലെല്ലാം മെയിലാണെങ്കിൽ സിനിമയുടെ പേരിൻ്റെ മേളിൽ ഒരു ബ്രാക്കറ്റ് LCU എന്ന് പറഞ്ഞ് കാണുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം വന്ന് ലിയോയ്ക്കകത്ത് പോലും അങ്ങനെ വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ സിനിമ റിലീസായി ആ ഒരു സസ്പെൻസ് ആണെങ്കിൽ പൊട്ടി, അത് LCUവിലുള്ള പടമാണ് എന്നുള്ളൊരു സസ്പെൻസ് പൊട്ടിയതിന് ശേഷം പോലും അങ്ങനെ ഒരു സംഭവം വെച്ചിട്ടില്ലായിരുന്നു. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് തോക്കൊന്നുമില്ല, മയക്കുമരുന്ന് സംഭവങ്ങളൊന്നും ഇല്ലെന്ന്. പക്ഷെ നമ്മുടെ ഈ കൗണ്ട് ഡൗൺ പോസ്റ്റർ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്, വയലൻസും എല്ലാം നിറഞ്ഞൊരു പടമാണ്. അതേപോലെ തന്നെ A സർട്ടിഫിക്കറ്റുമാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി നാളിന് ശേഷമാണ് ഒരു രജനീകാന്ത് ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കുന്നത്. പിന്നെ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലറിനകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഗണ്ണൊക്കെ യൂസ് ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മളിനി കണ്ടു തന്നെ അറിയണം ഈ ഒരു സിനിമ എത്രത്തോളം വലിയൊരു ഹിറ്റാകും, തമിഴിൽ ആദ്യത്തെ 1000 കോടി അടിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്, LC കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.